ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മലയാളം മോക്ക് ടെസ്റ്റിന്റെ അല്ലെങ്കിൽ മലയാളം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടാണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മലയാളം മോക്ക് ടെസ്റ്റുകളുടെ കംപ്ലീറ്റ് പേ ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയി നോക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. പുതിയ വീഡിയോസിനായിട്ട് ഉടൻ തന്നെ ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള 500 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് PSC ബേസിക്സ് എന്നാണ്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മുടെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതെന്ന് നോക്കാം. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഇതിന്റെ കംപ്ലീറ്റ് പറയുവാണെങ്കിൽ ഉണ്ണി പിറന്നാലും നമ്മൾ പറയാറുണ്ട് എന്താണ്, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അതായത് ദരിദ്രത്തിന്റെ നിലയിൽ മാറ്റമില്ല. ഓപ്ഷൻ സി, ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല, പണ്ടും ഇപ്പോഴും എപ്പോഴും ഒക്കെ ഒരുപോലെ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അതായത് ദരിദ്രന്റെ നിലയിൽ മാറ്റമില്ല. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥമുള്ളത്. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്ന് അർത്ഥമുള്ളത് ആരാണ്? മകന്റെ ഭാര്യ ആവുമ്പോ മരുമകളാണ്. മരുമകളെ വിളിക്കുന്നത് സ്നുഷ എന്നാണ് വിളിക്കുന്നത്. സ്നുഷയാണ് മകന്റെ ഭാര്യ. പീപ്പിൾസ് പ്ലാൻ എന്നതിന്റെ അനുയോജ്യമായ പരിഭാഷ. പീപ്പിൾസ് പ്ലാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് പീപ്പിൾസ് പ്ലാൻ എന്നൊക്കെ ഉള്ളത്? അപ്പൊ എന്താണ് അതിന്റെ മലയാളം? എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ജനകീയ ആസൂത്രണമാണ് എന്ത്? പീപ്പിൾസ് പ്ലാൻ ആണോ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ജനകീയ പദ്ധതിയാണ്. പീപ്പിൾസ് പ്ലാൻ എന്നാണ് ജനകീയ പദ്ധതിയാണ്. എ ടെമ്പസ്റ്റ് ഇൻ എ ടീപോട്ട് എന്നതിന്റെ ശരിയായ പരിഭാഷ. എ ടെമ്പസ്റ്റ് ഇൻ എ ടീപോട്ട് എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നതാണ് എന്ത്? ടെമ്പസ്റ്റ് ഇൻ എ ടീപോട്ട് എന്നതിന്റെ മീനിങ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ദ പെരിയാർ ഫ്ലോസ് ത്രൂ കേരള. ദ പെരിയാർ ഫ്ലോസ് ത്രൂ കേരള എന്നതിന്റെ ശരിയായ പരിഭാഷ നമുക്കത് പറഞ്ഞു നോക്കാം. പെരിയാർ കേരളത്തിലൂടെ, ത്രൂ കേരള, കേരളത്തിലൂടെ ഒഴുകുന്നു. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നതിന് സമാനമായ മലയാള പ്രയോഗം. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നതിന് മലയാള എന്താണ്? വധശിക്ഷയാണ്. എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്? വധശിക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണിപ്രവാളം എന്നതിലെ പ്രവാളത്തിന്റെ അർത്ഥം. മണിപ്രവാളം എന്നതിലെ പ്രവാളത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പവിഴമാണ്. പ്രവാളം എന്നാൽ പവിഴമാണ്. സ്വർഗം എന്ന പദത്തിന്റെ പര്യായം. സ്വർഗം എന്ന പദത്തിന്റെ പര്യായം ഏതൊക്കെയുണ്ട്? നാഗം, തോയം, നിണം, കുവലയം. ഇതിനകത്തിൽ ഏതാണ് സ്വർഗം? ഓപ്ഷൻ എ ആണ്. നാഗമാണ്. നാഗം. നെക്സ്റ്റ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രശസ്തമായിട്ടുള്ള ഉള്ളൂറിന്റെ കവിത ഏതാണ്? നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പൊ നാഗം അവിടെ എന്താണ്? സ്വർഗമാണ്. ഗണം എന്നർത്ഥം വരാത്ത പദമേത്? വരാത്ത പദമേത്? അശ്മം, സഞ്ചയം, കൂട്ടം, സംഘാതം. ഇതിനകത്ത് വരാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. അശ്മമാണ്. അപ്പോൾ അശ്മം എന്നതിന്റെ അർത്ഥം ആൻസർ അശ്മം എന്നാല് അതിന്റെ മീനിങ് പാറ അല്ലെങ്കിൽ മേഘം എന്നൊക്കെ അർത്ഥം അശ്മത്തിനുണ്ട്. അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കുക. അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കുക. ചിലവ്, തത്വം, ദാതാവ്, ദ്വന്ദ്വയുദ്ധം. തന്നിട്ടുള്ളതിൽ അക്ഷരത്തെറ്റ് ഇല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ്വന്ദ്വയുദ്ധമാണ്. ദ്വന്ദ്വയുദ്ധം. ചെലവാണ്, തത്വമാണ്. അടുത്തത് എന്താണ്? ദാതാവ്. ദാതാവ് ആണ്. ഓക്കെ, അടുത്തത് ഒറ്റപ്പദം കണ്ടെത്തുക. ചിന്തയിൽ മുഴുകിയവൻ. ചിന്തയിൽ മുഴുകിയനെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ
ഓപ്ഷൻ സി ആണ്. ചിന്താമഗ്നൻ എന്നാണ് വിളിക്കുന്നത്. ചിന്താമഗ്നൻ. എ മാൻ ഹാഡ് ബീൻ കണ്ടംഡ് ടു ഡെത്ത് ഫോർ മർഡർ. എ മാൻ ഹാഡ് ബീൻ കണ്ടംഡ് ടു ഡെത്ത് ഫോർ മർഡർ എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? എന്താണ് ആൻസർ? നമുക്ക് നോക്കാം. കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കൊലപാതകത്തിന് ഒരു മനുഷ്യൻ കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കറക്റ്റ് മലയാളം. ഒറ്റപ്പദം കണ്ടെത്തുക. ഗ്രഹിക്കുന്ന ആൾ. ഗ്രഹിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗ്രഹീതാവാണ് ഗ്രഹിക്കുന്ന ആൾ. ആരാണ്? ഗ്രഹീതാവ്. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന് സമാനമായ മലയാള ശൈലി ഏത്? നമ്മൾ പറയാറുണ്ട് അതെന്നെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെടണം, അത് കാരണം അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നമാണ് സമാനമായിട്ടുള്ള മലയാളം. ഹെർക്കുലിയൻ ടാസ്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? സ്ത്രീകളുടെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന പുരുഷന്മാർ ശിക്ഷാർഹമാണ്. തെറ്റമാണ്. ഈ ചെയ്യുന്ന സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് എന്താണ്? ശിക്ഷയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയണം. അടുത്ത എന്താണ്? ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം. അതെങ്ങനെ? ശരിയാണോ? അത് ശരിയാണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം എന്നുള്ളതാണ്. അടുത്തത്, സമ്മേളനത്തിന് ഏകദേശം 16,000-ഓളം പേർ പങ്കെടുത്തു. ഏകദേശം 16,000-ഓളം എന്ന് വേണ്ട, ഒന്നെങ്കിൽ ഏകദേശം 16,000 പേർന്ന് മതി, അല്ലെങ്കിൽ ഏകദേശം ഒന്ന് വേണ്ട, 16,000-ഓളം പേർ പങ്കെടുത്തു എന്ന് മാത്രം മതി. അടുത്തത്, ഞാൻ സാധാരണ 9 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ്. ഇവിടെ ഒന്നെങ്കിൽ ഞാൻ 9 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവെന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ സാധാരണ 9 മണിക്ക് സ്കൂളിൽ പോവുകയാണ് സ്കൂളിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ മതി. പതിവും സാധാരണയും ഏകദേശം ഒരേ മീനിങ് തരുന്നതാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. നമ്മൾ എന്ത് പറയും? വിജയത്തെ ഘോഷിക്കുന്ന, അതായത് വിജയത്തെ അറിയിക്കുന്ന യാത്ര എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ജൈത്രയാത്ര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? ലൗകികം, മുതലാളിത്തം, ഐതിഹ്യം, പ്രവൃത്തി. ഏതാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഐതിഹ്യമാണ്. അപ്പൊ ഈ ഐതിഹ്യത്തിന്റെ ശരിയായ പദം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അത് സിമ്പിൾ ആണ്, സ്ഥിരം PSC ചോദിക്കാറുള്ളതുമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് ആസ് ദ കേസ് മേ ബി എന്നതിന്റെ പരിഭാഷ. ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് ആസ് ദ കേസ് മേ ബി, ഇതിന്റെ പരിഭാഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഏതാണ്? അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്താണ് ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ ആസ് ദ കേസ് മേ ബി എന്ന് വെച്ചാൽ എന്താണ്? അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ അവസരത്തിനനുസരിച്ച് ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു. അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കുക. സിമ്പിൾ ആണ്. എന്താണ് അക്ഷരത്തെറ്റില്ലാത്തത്? ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ സി ആണ്. ജനാധിപത്യമാണ്. അടുത്തത്, ഭാര്യ എന്ന പദത്തിന്റെ പര്യായം. തന്നിട്ടുള്ളതില് ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ പര്യായം വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കളത്രമാണ്. കളത്രമാണ് ഭാര്യ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? തന്നിട്ടുള്ളതിൽ തർജ്ജമയാണ് ശരിയായിട്ടുള്ളത്. ഏതാണ് തർജ്ജമ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തർജ്ജമയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഓശാന പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓശാന പാടുക എന്ന ശൈലിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓശാന പാടുക എന്ന ശൈലിയുടെ അർത്ഥം. ഓശാന പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ പല ആൾക്കാരെയും പറയും അവന് എപ്പോഴും അവളെയും സ്തുതി പാടിക്കൊണ്ടായിരിക്കും നടക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. എന്ത്? ഓശാന പാടുക. അത് മീൻസ് സ്തുതി പാടുക. സംസ്കൃതത്തിൽ സപ്തതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സംസ്കൃതത്തില്
സപ്തതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ 70 ആണ്. 70 സപ്തതി. ശരിയായ രൂപം ഏത്? വിദ്യുത് ശക്തിയുടെ ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ നമ്മൾ അതുപോലെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. വിദ്യുത് ശക്തി ആണ് വിദ്യുത് ശക്തി. Our neighbors moved in yesterday. Our neighbors moved in yesterday എന്നതിന്റെ ശരിയായ പരിഭാഷ എന്ത്? നമുക്ക് നോക്കാം. നമ്മുടെ പുതിയ അയൽക്കാർ ഇന്നലെ താമസം തുടങ്ങി എന്നതാണ് എന്ത്? ശരിയായിട്ടുള്ള ആൻസർ. Our neighbors moved in yesterday means നമ്മുടെ പുതിയ അയൽക്കാർ ഇന്നലെ താമസം തുടങ്ങി. നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലം എന്നർത്ഥമുള്ളത്. നാഗരികത സിറ്റി ആയിട്ടില്ലാത്ത സ്ഥലം. അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓണംകേറ മൂല എന്ന് പറയാറുണ്ട്. ആകെ പരിഭ്രമിച്ചവൻ എന്നർത്ഥമുള്ളത്. ആകെ പരിഭ്രമിച്ചവൻ എന്ന് അർത്ഥമുള്ളത് ഏതിനെയാണ്? അഴകിയ രാമൻ, കൂപമണ്ടൂകം അല്ല, അമ്പലം വിഴുങ്ങിയല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അവൻ ആകെ പരിഭ്രമിച്ചാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. താഴെ പറയുന്നവയിൽ പര്യായ പദമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പര്യായ പദമല്ലാത്തത് ദലം, പത്രം, ഇല. അപ്പൊ ഇലയുടെ പര്യായ പദങ്ങളാണ് ദലം, പത്രം ഒക്കെ. സോ ഓപ്ഷൻ ബി വർണ്ണം എന്ന് വെച്ചാൽ എന്താണ്? നിറമാണ്. ഐ വിൽ ബി ദെയർ അറ്റ് 2 o'clock വിത്തൗട്ട് ഫെയിൽ എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ്? ഐ വിൽ ബി ദെയർ അറ്റ് 2 o'clock വിത്തൗട്ട് ഫെയിൽ എന്നതിന്റെ ശരിയായ പരിഭാഷ എന്തായിരിക്കും? ആൻസർ നമുക്ക് നോക്കാം. എന്താണ്? തീർച്ച ഞാൻ 2 മണിക്ക് അവിടെ എത്തിയേക്കും. ഓപ്ഷൻ സി ആണ്. തീർച്ച ഞാൻ 2 മണിക്ക് അവിടെ എത്തിയേക്കും. അടുത്തത് ജസ്റ്റിഫിക്കേഷൻ എന്നതിന് തുല്യമായ മലയാള പദം. ജസ്റ്റിഫിക്കേഷൻ എന്നതിന് തുല്യമായ മലയാള പദം ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്നാൽ ന്യായീകരണമാണ്. പാമിസ്ട്രി എന്നതിന്റെ ശരിയായ പരിഭാഷ. പാമിസ്ട്രി, പാം എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്? നമ്മുടെ ഹസ്തമാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹസ്തരേഖാ ശാസ്ത്രമാണ് പാമിസ്ട്രി. പാമിസ്ട്രി എന്താണ്? ഹസ്തരേഖാ ശാസ്ത്രം. ലേൺ ടു സേ ബിഫോർ യൂസിങ് എന്നതിന്റെ ശരിയായ പരിഭാഷ. അപ്പൊ നമ്മൾ പറയാറുണ്ട് നീ ആദ്യം പഠിച്ചിട്ട് പാട് എന്ന് പറയും അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ സി ആണ്. പാടാൻ തുടങ്ങും മുമ്പ് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം പഠിച്ചിട്ട് വേണം പാടാനായിട്ട്. ദാറ്റ് ഈസ് ലേൺ ടു സേ ബിഫോർ യൂസിങ്. പാടാൻ തുടങ്ങും മുമ്പ് പറയാൻ പഠിക്കുക. അടുത്തത് ചോര നീരാക്കുക എന്ന ശൈലിയുടെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് അവൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഡയലോഗാണ്. സോ ഓപ്ഷൻ ബി ആണ്. എന്താണ്? കഠിനമായി അധ്വാനിക്കുക. കഠിനമായി അധ്വാനിക്കുക. അടുത്തത് ഋജുവിന്റെ ഭാവം. എന്താണ് ഋജുവിന്റെ ഭാവം? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആർജവമാണ്. ഋജുവിന്റെ ഭാവം എന്താണ്? ആർജവം. പ്രണയം സ്നേഹം. അങ്ങനെയാണെങ്കിൽ പ്രയാണം എന്താണ്? പ്രണയം സ്നേഹമാണെങ്കിൽ പ്രയാണം യാത്രയാണ്. യാത്ര. തന്നിട്ടുള്ളതില് തെറ്റായ ജോഡി ഏത്? വിദ്വാൻ വിദുഷി, ലേഖകൻ ലേഖിക, ബാലകൻ ബാലിക, കവി കവിയത്രി. തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പ്രഥമ ദൃഷ്ടിയ നമുക്ക് തെറ്റൊന്നും തോന്നത്തില്ല, പക്ഷേ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായ ജോഡി. എന്താണ് തെറ്റ്? കവിയുടെ കവയിത്രിയാണ്, കവിയിത്രി അല്ല. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാന്യരെ, യൗവനം, വ്യത്യാസം, കയ്യക്ഷരം. തന്നിട്ടുള്ളതില് അക്ഷരത്തെറ്റില്ലാത്തത് വേണം കണ്ടെത്താനുള്ളത്. ഓപ്ഷൻ സി ആണ് വ്യത്യാസം. മാന്യരെ എന്നാണ് വിളിക്കേണ്ടത് അല്ലേ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്നതിന് സമാനമായ മലയാളി ശൈലി ഏതാണ്? ഓപ്ഷൻ സി ആണ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. കുരയ്ക്കും പട്ടി കടിക്കില്ല. വേർ there is a will there is a way. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്?
ഓപ്ഷൻ ഡി ആണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേർ there is a will there is a way. അനിവാര്യം എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒഴിവാക്കാൻ പറ്റാത്തതാണ് അനിവാര്യം. അനിവാര്യം എന്ന് വെച്ചാൽ എന്താണ്? അത് നമുക്ക് അനിവാര്യമാണ്. ദാറ്റ് ഈസ് ഒഴിവാക്കാൻ പറ്റാത്തത്. അക്ഷരത്തെറ്റില്ലാത്തത് തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ളതില് ശൃംഖല എന്നതിന്റെ ശരിയായ രൂപം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ശൃംഖല. അടുത്ത ക്വസ്റ്റ്യൻ, കച്ച കെട്ടുക എന്നാൽ? കച്ച കെട്ടുക, അവള് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് തയ്യാറായി. ഓപ്ഷൻ സി തയ്യാറാവുക. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൊല്ലക്കുടിയിൽ പോയി നമ്മൾ സൂചി വിൽക്കാൻ പറ്റുമോ? കാരണം അവിടെ എന്താണ്? അവിടെ ഇഷ്ടം പോലെ സൂചിയുണ്ട് കൊല്ലക്കുടിയിൽ. സോ അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സൂചി വിൽക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ട് ചെല്ലുക എന്നുള്ള അർത്ഥത്തിലാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്ന ശൈലി ഉപയോഗിക്കുന്നത്. വ്യാഴവട്ടം എന്നതിന്റെ അർത്ഥം? വ്യാഴവട്ടം എന്നതിന്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ആണ്. 12 വർഷമാണ് ഒരു വ്യാഴവട്ടം. തെറ്റിച്ചെഴുതിയ വാക്ക് ഏത്? തന്നിട്ടുള്ളതില് തെറ്റായിട്ടുള്ള വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള വാക്ക്. എന്ന് പറയുമ്പോൾ താ നമ്മൾ സാധാരണ തായാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് പാസ്റ്റ് എന്നതിന്റെ ശരിയായ ഭാഷ എന്താണ്? ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് പാസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ മലയാളം എന്തായിരിക്കും? ആൻസർ ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട്. Wise men do not lose heart in spite of repeated failures എന്നതിന്റെ പരിഭാഷ എന്താണ്? Wise men do not lose heart in spite of repeated failures എന്നതിന്റെ പരിഭാഷ എന്തായിരിക്കും? ആൻസർ ബുദ്ധിമാന്മാർ. വൈസ് മാൻ എന്ന് പറയുമ്പോൾ ആരാണ്? ബുദ്ധിമാന്മാർ തുടർന്നുണ്ടാകുന്ന പരാജയങ്ങൾ കൊണ്ട് നിരാശപ്പെടാറില്ല. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോപ്പ് അപ്പ് എന്നതിന്റെ ശരിയായ ഭാഷ? പോപ്പ് അപ്പ് എന്നതിന്റെ ശരിയായ ഭാഷ ആൻസർ ഓപ്ഷൻ ബി ആണ്. വിചാരിക്കാത്ത നേരത്ത് പ്രത്യക്ഷപ്പെടുക. വിചാരിക്കാത്ത നേരത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് പോപ്പ് അപ്പ്. നമ്മൾ പലപ്പോഴും പോപ്പ് അപ്പ് മെനൂസ് കണ്ടിട്ടുണ്ട് അല്ലേ? പോപ്പ് അപ്പ് മെനു ഇങ്ങനെ പൊങ്ങി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിൻഡോസ് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ OS യൂസ് ചെയ്യുന്ന സമയത്ത് പോപ്പ് അപ്പ് മെനൂസ് വരാറുണ്ട്. ദാറ്റ് ഈസ് വിചാരിക്കാത്ത നേരത്ത് പ്രത്യക്ഷപ്പെടുക എന്നതാണ് അതിന്റെ ശരിയായ പരിഭാഷ. ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മസ്റ്റ് ബി ഹെൽഡ് ഡൗൺ എന്നതിന്റെ പരിഭാഷ പറയണം. ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മസ്റ്റ് ബി ഹെൽഡ് ഡൗൺ എന്നതിന്റെ പരിഭാഷ എന്താണ്? പണപ്പെരുപ്പ നിരക്ക് കുറച്ചു കൊണ്ടുവരണം എന്നാണ്. പണപ്പെരുപ്പ നിരക്ക് കുറച്ചു കൊണ്ടുവരണം എന്നാണ്. അടുത്തത് ഇന്നത്തെ 200ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രയുക്തം എന്നാൽ എന്താണ്? പ്രയുക്തം എന്നാൽ ആൻസർ പ്രയോഗിക്കപ്പെട്ടതാണ് പ്രയുക്തം. ഓപ്ഷൻ എ ആണ്. പ്രയോഗിക്കപ്പെട്ടതാണ് പ്രയുക്തം. അപ്പൊ 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 200 ക്വസ്റ്റ്യൻസ് വരെ ആയി നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്നതിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് അതിനെന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ നെയിം PSC ബേസിക്സ് എന്നാണ്. ഉടൻ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.